9ാം ക്ലാസ് ഇംഗ്ലീഷിലെ പേജ് നമ്പർ 30 ആക്ടിവിറ്റി 4, അതായത് നോൺ ഫ്രേസും വേർബ് ഫ്രേസുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ വാക്യം എടുത്തിട്ട് അതിലെ ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി ആരാണ് ചെയ്യുന്നത്, ഒരു വസ്തു ആയിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആശയമായിക്കോട്ടെ, ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൂവർ ആരാണ്, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിലെ ഫോക്കൽ പോയിൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിലെ കാര്യങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സബ്ജക്റ്റിലായിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിഹാൽ വാക്ക് ടു ദ സ്റ്റോർ. നിഹാൽ കടയിലേക്ക് നടന്നു. ഈ സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നിഹാലാണ് കടയിലേക്ക് നടക്കുക എന്നുള്ള പ്രവർത്തനം ചെയ്തിട്ടുള്ളത്, അല്ലേ? ആ പ്രവൃത്തി ചെയ്ത ആരാണ്? നിഹാലാണ്. അപ്പോൾ ഇവിടെ നിഹാലാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഇനി നമുക്ക് മറ്റൊരു രീതി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ധാരണ വേണം. നൗൺ എന്ന് പറഞ്ഞാൽ നാമം എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സബ്ജക്റ്റ് കൊണ്ട് ഒഴിച്ചു, ആരാണ്? നിഹാലാണ്, അല്ലേ? ഈ നിഹാൽ എന്ന് പറയുന്നത് ഒരു പേരല്ലേ, ഒരു നാമമല്ലേ, ഒരു മനുഷ്യൻ്റെ പേരല്ലേ? അപ്പോൾ അങ്ങനത്തെ പേരുകൾ നമ്മൾ വിളിക്കുന്നതാണ് നൗൺ എന്ന്. ഓക്കെ, അപ്പം ഇവിടെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലുള്ള നൗൺ ഏതാണ്? നിഹാൽ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നിഹാൽ വിത്ത് ഹിസ് ഫ്രണ്ട് വാക്ക് ടു ദ സ്റ്റോർ. ഇവിടെ ആരൊക്കെ സബ്ജക്റ്റായിട്ട് വരുന്നത്? നിഹാലും വരുന്നുണ്ട്, ഫ്രണ്ടും വരുന്നുണ്ട്. അപ്പം ഈ സെൻറ്റൻസിൽ നിഹാൽ വിത്ത് ഹിസ് ഫ്രണ്ടിലാണ് ഇവിടുത്തെ സബ്ജക്റ്റായിട്ട് വരുന്നത്. നിഹാൽ വിത്ത് ഹിസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ആ വാക്കുകളുടെ കൂട്ടത്തിൽ നമുക്ക് നൗൺ ഫ്രേസ് എന്ന് പറയാം. അവിടുന്ന് അങ്ങോട്ട് വേർബാണ്, പ്രവൃത്തിയല്ലേ. വാക്ക് ടു സ്റ്റോർ എന്ന് പറയുന്നുണ്ടല്ലോ, നടന്നു, സ്റ്റോറിലേക്ക് നടന്നു എന്ന് പറയുന്ന ആ പ്രവൃത്തി അടങ്ങുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമുക്ക് വേർബ് ഫ്രേസ് എന്ന് പറയാം. ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോൺ ഫ്രേസ് ഏതാണ്, വേർബ് ഫ്രേസ് ആണ് ഏതാണെന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ഓൾ റസിൽ ആൻഡ് ബസിൽ സീസ്ഡ്. ഓൾ റസിൽ ആൻഡ് ബസിൽ. റസിൽ ആൻഡ് ബസിൽ എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടും പാടുന്ന നമുക്ക് അർത്ഥമാണ്. സീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നിന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പം എന്താണ് ഇവിടെ നിന്നത്? റസിൽ ആൻഡ് ബസിൽ, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യ ഭാഗം, സബ്ജക്റ്റ് അടങ്ങിയ ആദ്യ ഭാഗം ഓൾ റസിൽ ആൻഡ് ബസിൽ നമുക്ക് നൗൺ ഫ്രേസ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ ക്രിയ അടങ്ങുന്ന. അപ്പോൾ ക്രിയ അടങ്ങുന്ന ഭാഗം ക്രിയ തന്നെ ഉള്ളൂ അവിടെ. സീസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വാക്കേ അവിടെ ഉള്ളൂ. അതിൽ നമുക്ക് വേർബ് ഫ്രേസ് ആയിട്ട് എടുക്കാം. രണ്ടാമത് ദ കോച്ചസ് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. ഇവിടെ സബ്ജക്റ്റ് നൗൺ ഫ്രേസ് ദ കോച്ചസ് ആണ്. ഗ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരങ്ങി നീങ്ങുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ അതൊരു വേർബാണ്, ഒരു ക്രിയയാണ്, അല്ലേ? അപ്പോൾ ഗ്ലൈഡ് ഇൻ ടു സ്പേസ് എന്ന് പറയുന്നത് വേർബ് ഫ്രേസ് ആണ്. തേർഡ് വൺ നോക്കാം. മൈ ഫാദർ ഫെൽറ്റ് എ ഡീപ്പ് സോറോ. ഇവിടെ മൈ ഫാദറാണ് നൗൺ ഫ്രേസ് ആയിട്ട് വരുന്നത്. ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് അനുഭവപ്പെട്ടു എന്നുള്ള ഒരു വേർബാണ്, ഒരു ക്രിയയാണ്. അപ്പം അവിടെ മുതൽ നമുക്ക് വേർബ് ഫ്രേസ് ആക്കി എടുക്കാം. ഫെൽറ്റ് എ ഡീപ്പ് സോറോ, ദുഃഖിതനായി എന്നാണ്, ദുഃഖം അനുഭവപ്പെട്ടു എന്നാണ്. അപ്പോൾ അത് നമുക്ക് വേർബ് ഫ്രേസ് ആക്കി എടുക്കാം. മൈ ഫാദർ നൗൺ ഫ്രേസും ഫെൽറ്റ് എ ഡീപ്പ് സോറോ വേർബ് ഫ്രേസും. ഇനി നമുക്ക് ബാക്കി സെൻറ്റൻസുകൾ പരിശോധിക്കാം. ഈ സെൻറ്റൻസുകളൊക്കെ കൂടി ഞാൻ ടേബിളിൽ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം വേർബ് ഫ്രേസ് എന്താണ്, നോൺ ഫ്രേസ് എന്താണ്. അപ്പോൾ നമുക്ക് ടേബിൾ കൊണ്ട് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ദ സൗണ്ട് ഓഫ് ദ വീൽസ് ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. ഇവിടെ നോൺ ഫ്രേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദ സൗണ്ട് ഓഫ് ദ വീൽസ് എന്നാണ്. ചക്രത്തിൻ്റെ സൗണ്ട് ഇവിടെ ബിക്കംസ് മുതൽ വേർബ് ഫ്രേസ് ആയി മാറാണ്. ബിക്കംസിൻ്റെ അർത്ഥം ആവുക എന്നുള്ളതാണ്, ആയി മാറി എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ എന്താണ്? ഫാദർ വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. ഇവിടെ ഫാദറാണ് സബ്ജക്റ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ വില്ലിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ വില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വേർബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണെന്ന് അറിയാമല്ലോ, അല്ലേ? നമുക്ക് ക്രിയ തന്നെ മെയിൻ വേർബ് എന്ന് വിളിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട വേർബുകൾക്ക് മെയിൻ വേർബ് എന്ന് വിളിക്കാം. പിന്നെ അതിൽ തന്നെ സബ്ബായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട് വേർബിൽ. ഓക്കെ, അതിൽ പെടുന്നതാണ് വില്ല്, വുഡ്, ക്യാൻ, കുഡ്, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇതൊക്കെ വരുന്നത് ഓക്സിലറി വേർബ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. അതിന് നമുക്ക് വേർബായിട്ട് ഇവിടെ പരിഗണിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് വേർബ് ഫ്രേസ് ആക്കി എടുക്കാം. അതുപോലെ താഴത്തേക്കൊക്കെ വരുന്നുണ്ട്, വാസ് വരുന്നുണ്ട്. അടുത്തത്, ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇവിടെ നോക്കിയേ, ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, അതായത് സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് ഐ ആണ്. ഐക്ക് നമ്മൾ പ്രോനൗൺ എന്ന് കൂടി പറയാറുണ്ട്. വാസ് കമ്മിങ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ആ ഭാഗം എന്താണ്? വേർബ് ഫ്രേസ് ആണ്. ഓക്കെ, വാസ് മുതൽ അങ്ങോട്ട് വേർബ് ഫ്രേസ് ആയി മാറി. ഇനി അടുത്തത്, ദ കോച്ചസ് നോ ലോnger റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ്. ദ കോച്ചസ് ആണ് ഇവിടുത്തെ നോൺ ഫ്രേസ്, ബാക്കിയുള്ളത് വേർബ് ഫ്രേസ് ആക്കി മാറ്റിയിരിക്കുന്നു. ഇനി അടുത്ത് മൈ ഫെലോ പാസഞ്ചേഴ്സ് were dozing in their respective corners.
ഇവിടെ മൈ ഫെലോ പാസഞ്ചേഴ്സ് എന്നതാണ് നോൺ ഫ്രേസിൽ വരുന്നത്. വേർ മറ്റൊരു ഓക്സിലറി വേർബാണ്. അവിടെ മുതൽ നമ്മൾ വേർബ് ഫ്രേസ് ആക്കി എടുത്തു. ഇനി നെക്സ്റ്റ് വൺ, ഐ വാസ് ലിസണിങ് ടു ദ റാഡ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. ഐ ആണ് ഇവിടുത്തെ നോൺ ഫ്രേസ്. ഇവിടെ ഐ മാത്രമേ ഉള്ളൂ, ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, അത് മാത്രമേ ഉള്ളൂ നോൺ ഫ്രേസിൽ. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. താങ്ക് യു.